ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവർ ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവർ ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോണൗൺസിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പ്രോണോൺ? പ്രോണോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൗണിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് പ്രോണോൺസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇനി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതായത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ. ഓക്കെ, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൗണിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് പ്രോണോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണല്ലോ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താ നോക്കാം. ഇഫ് all three persons or 2 out of 3 persons come in a single sentence and something wrong is talking about or some mistake done by the persons has been accepted, the order is 1, 2, 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്കറിയാം, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഈ ത്രീ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ആ ഒരു കൺസെപ്റ്റ് കേട്ടോ. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാനെന്നുള്ള ഒരു കൺസെപ്റ്റ്, അതുപോലെ സെക്കൻഡ് പേഴ്സൺ നീ, തേർഡ് പേഴ്സൺ ഞാനും നീ അല്ലാതെ ബാക്കിയുള്ളത് നിങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ്. ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെ? ഐ, സെക്കൻഡ് പേഴ്സൺ ആരാ? യു, തേർഡ് പേഴ്സൺ ആരാ? ഹി, ഷി ഓർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ 3 പേഴ്സണും അതുപോലെ തന്നെ ഈ 3 പേഴ്സണിൽ ഏതെങ്കിലും 2 ആളുകൾ ഇവരൊക്കെ ഒരു സിംഗിൾ സെന്റൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെന്റൻസിനെ എന്ത് ചെയ്യണം? 1, 2, 3 ഓർഡറിലാക്കണം. 1, 2, 3 ഓർഡറിൽ വെറുതെ ആക്കുകയല്ല. എന്താണ് ആ സെന്റൻസ് പറയുന്നത്? ആ സെന്റൻസിൽ പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ ആ സെന്റൻസിൽ അർത്ഥാക്കിയിട്ടുള്ളത് ഒരു തെറ്റായ കാര്യത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നടന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ ഓർഡർ എന്തായിരിക്കണം? 1, 2, 3 ഓർഡർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ, യു ആൻഡ് ഹി ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ആണല്ലോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ സെന്റൻസ് നമ്മൾ 1, 2, 3 ഓർഡറിൽ എഴുതണം. ഇവിടെ നോക്കൂ, ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഓർഡർ 1, 2, 3 ഓർഡർ വേണം. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ 1, 2, 3 ആയിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സെന്റൻസിലെ ഓർഡർ 1, 2, 3 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് ശരിയാണത്. 1, 2, 3 ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത കേസ് എന്താ പറയുന്നത്? നമ്മുടെ പ്രോണൗൺസ് ഒക്കെ പ്ലൂറൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഓർഡർ 1, 2, 3 തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രോണൗൺസ്, നമ്മുടെ സെന്റൻസിലെ പ്രോണൗൺസ് പ്ലൂറൽ ഫോമിലാണെന്ന് വെക്കാം, അപ്പോഴും ഓർഡർ എന്താ? 1, 2, 3 തന്നെയാണ്. ഇപ്പോൾ താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, വി, യു ആൻഡ് ദേ ഷുഡ് നൗ ഗെറ്റ് ഡൗൺ ടു വർക്ക് ആണല്ലോ. ഇവിടെ വി എന്ന് പറയുന്നത് ഐന്റെ പ്ലൂറലാണ്, യുന്റെ പ്ലൂറൽ തന്നെയാണ്, ദേ എന്ന് പറയുന്നതും പ്ലൂറലാണ് ആണല്ലോ. അപ്പൊ ഇവിടെ 3 പ്രോണൗൺസും പ്ലൂറലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പ്ലൂറൽ പ്രോണൗൺസ് വരുമ്പോൾ നമ്മൾ 1, 2, 3 ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കൂ, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, അതുപോലെ ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. ഇവിടെയും 1, 2, 3 ഓർഡർ ഫോളോ ചെയ്യും. അപ്പൊ ഈ സെന്റൻസും കറക്റ്റ് ആണ്. അടുത്തത് എന്താ പറയുന്നത്? അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? when we have singular pronoun or positive sentence the order is 2, 3, 1 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സെന്റൻസിലുള്ളത് സിംഗുലർ പ്രൊണൗൺസ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതൊരു പോസിറ്റീവ് സെന്റൻസ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലെ കുറിച്ചിട്ടില്ല, നോട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടല്ല പറയുന്നത്, പോസിറ്റീവ് സെന്റൻസ് ആണ്. മിസ്റ്റേക്ക് പറ്റിയതിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ഡൂയിങ്ങിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് വെക്കാം. അതുപോലെ തന്നെ സിംഗുലർ പ്രൊണൗൺസും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ എന്തായിരിക്കണം? 2, 3, 1 ഓർഡർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, യു, he and I shall arrange the party. ഇവിടെ ഒരു തെറ്റായ കാര്യമല്ല, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയതിനെ കുറിച്ച് പറയുന്നില്ല, അതുപോലെ തന്നെ ഒരു റോങ് ഡൂയിങ്ങിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, നോട്ടൊന്നും വരുന്നില്ല, ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ 2, 3, 1 എന്നുള്ള ഓർഡറിലായിരിക്കണം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 2, 3, 1 എന്നുള്ള ഓർഡർ ആണ് നോക്കാം. മാത്രമല്ല ഇതൊക്കെ സിംഗുലർ പ്രൊണൗൺസും കൂടെയാണ് കേട്ടോ. യു, ഹി, ഐ എന്നൊക്കെ പറഞ്ഞത് സിംഗുലർ പ്രൊണൗൺസും കൂടെയാണ്. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പേഴ്സൺ ആണ്, ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അത് 2, 3, 1 ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സെന്റൻസും കറക്റ്റ് ആണ്.
അപ്പൊ അതാണ് 1 2 3 1 1 2 3 2 3 1 റൂള്. അത് ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂൾ എന്താ പറയുന്നത്? സബ്ജക്റ്റീവ് കേസ് കംസ് ആഫ്റ്റർ ദാൻ, ഈസ്, ആം, ആർ, വാസ്, വെർ. ഈ പറഞ്ഞിട്ടുള്ള വേർഡ്സിന് ശേഷമൊക്കെ നമ്മുടെ ഒരു സെന്റൻസിൽ വരേണ്ട പ്രോണൗൺസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺസ് ആയിരിക്കണം. ഏതൊക്കെയാണ്? ദാൻ, ഈസ്, ആം, ആർ, വാസ്, വെർ. ഇതിന് ശേഷം ഈ വേർഡ്സിന് ശേഷമൊക്കെ വരേണ്ടത് എന്തായിരിക്കണം? സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺസ് ആയിരിക്കണം. ഇഫ് ഐ വെർ ഹിം, നമുക്കിനി ഈ എക്സാമ്പിൾസ് നോക്കാം. ഇഫ് ഐ വെർ ഹിം ഐ വുഡ് നോട്ട് ഡു ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് വേർ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വേറിന് ശേഷം വരേണ്ടത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആയിരിക്കണം. ഈ ഹിം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്. ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്. അപ്പൊ ഏതാ സബ്ജക്ട്? ഹിമ്മിന്റെ സബ്ജക്റ്റീവ് കേസ് ഏതായിരുന്നു? ഹി ആയിരുന്നു. അപ്പൊ ഇഫ് ഐ വെർ ഹിം അല്ല വരുന്നത്, പിന്നെന്താ വരുന്നത്? ഇഫ് ഐ വെർ ഏതാണ്? ഹി, ഐ വുഡ് നോട്ട് ഡു ഇറ്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇതാണ് കറക്റ്റ്. കണ്ടോ? ഇഫ് ഐ വെർ ഹി ഐ വുഡ് നോട്ട് ഡു ഇറ്റ്. തെറ്റാണ്. കാരണം വേറിന് ശേഷം വരേണ്ടത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്, ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്. അടുത്ത കണ്ടീഷൻ നോക്കാം. ഒബ്ജക്റ്റീവ് കേസ് കംസ് ആഫ്റ്റർ ലെറ്റ്, ലൈക്ക്, എക്സെപ്റ്റ്, പ്രിപ്പോസിഷൻ. ഇപ്പോൾ ലെറ്റിനും ലൈക്കിനും അതുപോലെ തന്നെ എക്സെപ്റ്റ് എന്നുള്ള പ്രിപ്പോസിഷൻസിനൊക്കെ ശേഷം വരേണ്ടത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണെന്നാണ് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റീവ് കേസ് ആണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺസ്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ഹി ഡു ഹിസ് വർക്ക് എലോൺ. ഇവിടെ ലെറ്റ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ലെറ്റിന് ശേഷം വരുമ്പോൾ എന്ത് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ് വരുന്നത്. ഇവിടെ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ അല്ലെ? ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ. അപ്പൊ നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്. ഈയുടെ ഒബ്ജക്റ്റീവ് കേസ് ഏതായിരുന്നു? ഹിം ആയിരുന്നു. നമ്മൾ ലെറ്റ് ഹി ഡു ഹിസ് വർക്ക് അല്ല വരുന്നത്, പിന്നെ ലെറ്റ് ഹിം ഡു ഹിസ് വർക്ക് എലോൺ ആണ്. തെറ്റാണ്. കാരണം ലെറ്റിന് ശേഷം വരുന്നത് ലെറ്റ്, ലൈക്ക്, എക്സെപ്റ്റ് അതുപോലെ പ്രിപ്പോസിഷനൊക്കെ ശേഷം വരേണ്ടത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺസ് ആണ്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. there are a lot of issues between you and dash. ഈ ബിറ്റ്വീൻ എന്ന് പറയുന്നത് എന്താ? ഒരു പ്രിപ്പോസിഷൻ ആണല്ലോ. ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ യു ആൻഡ് ഏത് വരണം? ഒബ്ജക്റ്റീവ് കേസിൽ വരണ്ടേ? യു ആൻഡ് ഹിം ആണ് വരുന്നത്. ഹി അല്ല, ഹിം ആണ് വരുന്നത്. അടുത്ത റൂൾ എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്, അത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന എല്ലാതും സിംഗുലർ ആയിരിക്കണം. അതിനുശേഷം വരുന്നതും സബ്ജക്റ്റും ഒക്കെ സിംഗുലർ ആയിരിക്കണം. ഈച്ച്, എനി, എവ്രി, അതുപോലെ തന്നെ വൺ, എയ്തർ, നെയ്തർ, വൺ, ഇതിനൊക്കെ ഇവിടെ വൺ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ വൺ ആവശ്യമില്ല. ഈച്ച്, എനി, എവ്രി, വൺ, അതുപോലെ തന്നെ എയ്തർ, നെയ്തർ, ഇതിനൊക്കെ ശേഷം ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് ആണ്. ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് ആണ്. ഇതിന് ശേഷമൊക്കെ വരേണ്ട സബ്ജക്റ്റ്, ഇതിന് ശേഷം വരേണ്ട സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ശേഷം വരേണ്ട സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ അതിന് ശേഷം വരേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. അതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസിന് ശേഷം വരേണ്ട സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം, അതിന് ശേഷം വരേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം, അക്കോർഡിംഗ്ലി ഒക്കെ സിംഗുലർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കാം. ഈച്ച് ഓഫ് ദ ബോയ്സ് ആർ റിക്വസ്റ്റഡ് ടു കംപ്ലീറ്റ് ദെയർ ഫീഡ്ബാക്ക്. ഇവിടെ നമ്മൾ നൗൺസിൽ പഠിച്ചിട്ടുണ്ട്. ഈച്ച്, എനി, എയ്തർ, നെയ്തർ, അങ്ങനെ കുറെ. ഇതിന് ശേഷമൊക്കെ നമ്മൾ ഓഫ് വരികയാണ്. അതിനുശേഷം വരേണ്ട സംഭവം അത് നൗൺ ആയിക്കോട്ടെ പ്രോണൗൺസ് ആയിക്കോട്ടെ എന്തും അവിടെ എന്ത് വരണം? പ്ലൂറൽ ഫോം വരണം. പക്ഷെ ഈച്ചിന് ശേഷം ഓഫില്ല. അതുപോലെ എനിക്ക് ശേഷം ഈ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് എവരിക്ക് ശേഷം, അതുപോലെ തന്നെ എയ്തറിന് ശേഷം, നീതറിന് ശേഷം ഡയറക്റ്റ് ആയിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. തൊട്ടടുത്താണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഈ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഈ സബ്ജക്റ്റ് ഒക്കെ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇവിടെ ഈച്ച് ഓഫ് ദ ബോയ്സ്, ഈച്ച് ഓഫ് ദ ബോയ്സ്, ഇവിടെ ഈച്ചിന് ശേഷം ഓഫ് വന്ന കാരണമാണ് ഇവിടെ ബോയ്സ് വന്നത്. അത് നോക്കണ്ട. ഈച്ച് ഓഫ് ദ ബോയ്സ് ആർ റിക്വസ്റ്റഡ് ടു കംപ്ലീറ്റ് their feedback. their feedback അല്ല വരുന്നത്. ഇവിടെ ഈച്ച് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ സിംഗുലർ ആയ കാരണം കംപ്ലീറ്റ് their feedback അല്ല വരേണ്ടത്, ഹിസ് ഫീഡ്ബാക്ക് ആണ് വരുന്നത്. അതുപോലെ എവറി ബോയ്സ് ഹാവ് their own decisions. എവരിക്ക് ശേഷം അടുപ്പിച്ച് സബ്ജക്റ്റ് വന്നുകൊണ്ടോ. അപ്പൊ ഇവിടെ ബോയ്സ് അല്ല വരേണ്ടത്, ഇവിടെ ബോയ് വരേണ്ടത്. എവറി ബോയ് ഹാസ് അല്ല, ഹാവ് അല്ല വരെ, പിന്നെ ഹാസ്, their അല്ല, ഹീസ് ഓൺ ഡിസിഷൻ. അതുപോലെ തന്നെ either girls are supposed to come down. either girls അല്ല, girl is supposed to come down.
മനസ്സിലായല്ലോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗണിന്റെ തൊട്ടടുത്ത് സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം, ശേഷം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. നാലാമത്തെ റൂള് റെസിപ്രോക്കൽ പ്രൊണൗൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെസിപ്രോക്കൽ പ്രൊണൗൺസ് എന്താണ്? റെസിപ്രോക്കൽ പ്രൊണൗൺസ് മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രൊണൗൺസ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് അവ? ഈച്ച് അതറും വൺ അനദറും ആണ്. ഏതൊക്കെയാണ്? ഈച്ച് അതറും വൺ അനദറും. ഇനി ഈച്ച് അതർ എപ്പോഴാണ് യൂസ് ചെയ്യുക, വൺ അനദർ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഈച്ച് അതർ യൂസ് ചെയ്യുന്നത് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ രണ്ട് എൻറ്റിറ്റീസ്, ടു എൻറ്റിറ്റീസ്, രണ്ട് ആളുകൾ തമ്മിലുള്ള റിലേഷനെ പറയാം. രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ പറയാം. ഈ എൻറ്റിറ്റീസ് ക്യാൻ ബി പേഴ്സൺ ഓർ എ തിങ്. ഒരു സാധനമാവാം, ഒരു പേഴ്സൺ ആവാം. അപ്പോൾ അല്ലെങ്കിൽ രണ്ട് പേഴ്സൺ ആവാം, രണ്ട് പേഴ്സൺ ആവാം, രണ്ട് സാധനങ്ങളാവാം. അപ്പോൾ ഈ എൻറ്റിറ്റീസ് രണ്ട് എൻറ്റിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യും. ഈ എൻറ്റിറ്റീസ് മോർ ദാൻ ടു ആണെങ്കിൽ നമ്മൾ വൺ അനദർ യൂസ് ചെയ്യും. രണ്ടിൽ കൂടുതൽ സാധനങ്ങളോ ആളുകളോ തമ്മിലുള്ള റിലേഷനെ കാണിക്കാൻ, മ്യൂച്വൽ റിലേഷനെ കാണിക്കാൻ നമ്മൾ വൺ അനദർ, രണ്ട് പേരെ കാണിക്കാൻ വേണ്ടി, രണ്ട് എൻറ്റിറ്റീസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഈച്ച് അതറും യൂസ് ചെയ്യും. ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടീന ആൻഡ് അരുൺ ഫോട്ട് എന്താ വരുന്നത്? ഈച്ച് അതർ വരുന്നത്. കാരണം ടീന ഒരാൾ, അരുൺ ഒരാൾ, അങ്ങനെ രണ്ടാൾ, മൊത്തം രണ്ടാൾ, രണ്ട് എൻറ്റിറ്റീസ്, ഈച്ച് അതർ. അതുപോലെ the 10 prisoners were all blaming 10 prisoners, 10 ആളാണ്, രണ്ടിൽ കൂടുതൽ blaming one another. അപ്പൊ ഈ ഒരു 4 റൂൾസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പ്രൊണൗൺസിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാംസുകളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ദാറ്റ് ഈച്ച് ഓഫ് ദ ബ്രദേഴ്സ് കുഡ് ഗെറ്റ് their share of properties. കണ്ടോ? ഈച്ച് ഓഫ് ദ ബ്രദേഴ്സ്, ഓരോ ബ്രദറിനും അല്ലെ, ഈച്ച് ഓഫ് ദ ബ്രദേഴ്സ് ഇതൊരു സിംഗുലർ യൂസേജ് ആണ്. ഈച്ച് ഓഫ് ദ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ കുഡ് ഗെറ്റ് their share of property അല്ല, പിന്നെ എന്താ പറയുക? കുഡ് ഗെറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി. ഓപ്ഷൻ സിയിലാണ് എറർ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് വാസ് ഹിം ഹു കെയിം റണ്ണിങ് ഇൻ ടു ദ ക്ലാസ് റൂം. ഇവിടെ നമ്മളൊരു വാസ് കണ്ടല്ലോ. അപ്പോൾ വാസിന് ശേഷം വരേണ്ട, ആ റൂൾ പ്രകാരം വാസിന് ശേഷം വരേണ്ടത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ അല്ല, മറിച്ച് സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ. അപ്പോൾ സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ ആരാണ്? ഹി ആണ്. അപ്പോൾ ഇറ്റ് വാസ് ഹി ഹു കെയിം റണ്ണിങ് ഇൻ ടു ദ ക്ലാസ് റൂം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആൻഡ് സജു ലെഫ്റ്റ് ഫോർ അയർലൻഡ് ലാസ്റ്റ് സമ്മർ. നോ. ഇവിടെ എന്താ? ഐ ആൻഡ് സജു ലെഫ്റ്റ് ഫോർ അയർലൻഡ് ലാസ്റ്റ് സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സിംഗുലർ പ്രൊണൗൺസ്, സിംഗുലർ പ്രൊണൗൺസ്. അപ്പോൾ നമ്മുടെ ഓർഡർ ഏതായിരിക്കണം? സിംഗുലർ പ്രൊണൗൺസിന്റെ ഓർഡർ ഏതായിരിക്കണം? 2, 3, 1. അപ്പോൾ 1 എപ്പോഴും ലാസ്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണും സജു എന്ന് പറയുന്നത് തേർഡ് പേഴ്സണുമാണ്. അപ്പോൾ ഐ ആൻഡ് സജു ആണോ വരിക? അല്ല, പിന്നെ എന്താ വരുന്നത്? സജു ആൻഡ് ഐ എന്നാ വരിക. സജു ആൻഡ് ഐ ലെഫ്റ്റ് ഫോർ അയർലൻഡ് ലാസ്റ്റ് സമ്മർ. ഓപ്ഷൻ എയിലാണ് എറർ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് ഹെയർ ഹു ഷുഡ് ബി ടെർമിനേറ്റഡ് ഫോർ ദിസ് മിഷനറി ഫെയിലിയർ. നോ എറർ. ഇവിടെ ഈസ് വന്നിട്ടുണ്ടല്ലേ, ഈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസിന് ശേഷം വരേണ്ടത് സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ ആണ്, ഒബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ അല്ല. അപ്പോൾ സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ ആരാണ്? ഷീ. ഇറ്റ് ഈസ് ഷീ who should be terminated for this missionary failure. അടുത്ത നോക്കൂ. India is one of the leading film producing country in the world. One of the leading, one of ന് ശേഷം വരുമ്പോൾ ഏത് വരും? പ്ലൂറൽ വരും. അപ്പോൾ one of the leading film producing country അല്ല, one of the leading film producing countries in the world ആണ് വരുന്നത്. ഓപ്ഷൻ ഡിയിലാണ് എറർ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജോസഫ് ആൻഡ് തോമസ് ഹെൽപ് വൺ അനദർ. ഇവിടെ ജോസഫും തോമസും രണ്ടാളുകളാണ്, ഒരാൾ രണ്ടാളുകളാണ് മൊത്തം അല്ലെ. ജോസഫ് ഒരാൾ, തോമസ് ഒരാൾ. അപ്പൊ രണ്ടാളുടെ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ നമ്മൾ വൺ അനദർ ആണോ യൂസ് ചെയ്യേണ്ടത്? അല്ല, പിന്നെ എന്താണ്? ഈച്ച് അതർ ആണ് യൂസ് ചെയ്യേണ്ടത്. ജോസഫ് ആൻഡ് തോമസ് ഹെൽപ് വൺ അനദർ അല്ല, പിന്നെ ജോസഫ് ആൻഡ് തോമസ് ഹെൽപ് ഈച്ച് അതർ ആണ്. ഓപ്ഷൻ സിയിലാണ് എറർ ഇവിടെ. അടുത്ത് നോക്കൂ. ഈച്ച് ഓഫ് ദം ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റി. ഈച്ച് ഓഫ് ദം ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്, ഈച്ച് ഓഫ് ദം ഇവിടെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺ. അപ്പോൾ ഇവിടെ ദെയർ അല്ല വരുന്നത്. ഈച്ച് ഓഫ് ദം has to understand his share of property. അല്ലെങ്കിൽ നമുക്ക് her share of property എന്ന് പറയാം. ജനറലൈസ് ചെയ്ത് his എന്ന് പറയുമ്പോൾ his share of property, his share of property അല്ല, his responsibility അല്ലെങ്കിൽ her responsibility. അടുത്ത് നോക്കൂ. അരുൺ, ഐ ആൻഡ് സുരേഷ് ആർ ഗോയിങ് ടു ഡൽഹി. ഇതൊക്കെ സിംഗുലർ പ്രൊണൗൺസ് ആണ്. സിംഗുലർ പ്രൊണൗൺസ് വരുമ്പോൾ നമ്മുടെ ഓർഡർ 2, 3, 1 ആണ്. 2, 3, 1 വരുമ്പോൾ 3ക്ക് ശേഷമാണ് 1 വരിക. അരുണും സുരേഷും 3 ആണ്, തേർഡ് പേഴ്സൺസ് ആണ് അല്ലെ. ഇത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഇത് എങ്ങനെ വരും? അരുൺ, സുരേഷ് ആൻഡ് ഐ ആർ ഗോയിങ് ടു ഡൽഹി. ഓപ്ഷൻ എയിലാണ് എറർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. മനു ഈസ് ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ മീ.
മനു ഈസ് ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ മീ. ശരിക്കും നമ്മൾ ഇതൊക്കെ പറയാറുണ്ട്, ഈ സ്ട്രോങ്ങർ ദാൻ മീ എന്നൊക്കെ. പക്ഷെ ദാനിന് ശേഷം വരേണ്ട പ്രോണോൺ ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ അല്ല വരേണ്ടത്, സബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ ആണ്. നമ്മൾ ആ റൂള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മീ അല്ല വരേണ്ടത്. മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസാണ്. മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസിലുള്ള പ്രോണോണാണ്. അപ്പൊ നമ്മൾ മീ അല്ല വരേണ്ടത്, സബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ ആക്കി മാറ്റണം. ഐ ആണ് വരിക. അപ്പൊ മനു ഈസ് ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ മീ അല്ല, മനു ഈസ് ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ ഐ ആണ്. ഓപ്ഷൻ സിയിലാണ് എറർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ദി ഡൗട്ട്സ് ആർ ക്ലിയർ ബിറ്റ്വീൻ യു ആൻഡ് ഐ. ഓൾ ദി ഡൗട്ട്സ് ആർ ക്ലിയർ ബിറ്റ്വീൻ യു ആൻഡ് ഐ. ഇവിടെ നോക്കൂ, ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലെ. ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം വരേണ്ടത്, അല്ലെങ്കിൽ പൊസിഷൻ വരുമ്പോൾ വരേണ്ട പ്രൊണൗൺസ് ഏതൊക്കെയാണ്, ഏത് കേസിലാണ്? സബ്ജക്റ്റീവ് കേസിലാണോ ഒബ്ജക്റ്റീവ് കേസിലാണോ? ഒബ്ജക്റ്റീവ് കേസിലാണ്. യുവിനെ നമുക്ക് ഒബ്ജക്റ്റീവ് കേസിലും സബ്ജക്റ്റീവ് കേസിലും യു തന്നെയാണ്. ഇവിടെ ഐ എന്താണ്? സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ ആണ്. അതിനെ നമ്മൾ മാറ്റിയിട്ട് ഒബ്ജക്റ്റീവ് കേസിലാക്കുക, അത്രേ ഉള്ളൂ. യു ആൻഡ് ഐ അല്ല, യു ആൻഡ് മീ. ഓപ്ഷൻ സിയിലാണ് എറർ കിടക്കുന്നത്. ഓൾ ദ ഡൗട്ട്സ് ആർ ക്ലിയർ ബിറ്റ്വീൻ യു ആൻഡ് മീ ആണ്, യു ആൻഡ് ഐ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മാർട്ടിൻ വാസ് സോ അഫ്രൈഡ് ദാറ്റ് ഹിസ് നീസ് നോക്ക്ഡ് വൺ അനദർ. നമുക്ക് എത്ര നീസ് ഉണ്ട്? 2 നീസ് ആണ് ഉള്ളത്. അപ്പോൾ വൺ അനദർ അല്ല വരേണ്ടത്, ഈച്ച് അതർ ആണ് വരേണ്ടത്. ഈച്ച് അതർ. മാർട്ടിൻ വാസ് സോ അഫ്രൈഡ് ദാറ്റ് ഹിസ് നീസ് നോക്ക്ഡ് ഈച്ച് അതർ. ഓപ്ഷൻ സിയിലാണ് എറർ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എവ്രിബഡി വാസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഓഫീസ് ഗേവ് ഡേയ്സ് പേസ് as a day's pay as their contribution to the dependence of Dr. Meera who had died on duty. ഇവിടെ നോക്കൂ, എവ്രിബഡി. എവ്രിബഡി ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോണിന് ശേഷം വരുന്നതൊക്കെ സിംഗുലർ ആയിരിക്കണം. വർക്കിംഗ് ഇൻ ദാറ്റ് ഓഫീസ് ഗേവ് ഡേയ്സ് പേ as their ഷെയർ കോൺട്രിബ്യൂഷൻ അല്ല, എന്തുവരും? ഹിസ് contribution to the dependence of Dr. Meera who had died on duty. അടുത്ത് നോക്കൂ, കുമാർ ഗേവ് പീസ് ഓഫ്, ഇവിടെ ഓപ്ഷൻ സിയിലാട്ടോ എറർ. കുമാർ ഗേവ് എ പീസ് ഓഫ് അഡ്വൈസ് ടു ബി. ഈ ടു എന്ന് പറയുന്നത് എന്താ? ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലെ. ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ വരുമ്പോൾ നമ്മുടെ പ്രോണോൺ ആരായിരിക്കണം? ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ ആയിരിക്കണം. ബി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് കേസിലാക്കുക, അസ്. ഓക്കെ, കുമാർ ഗേവ് എ പീസ് ഓഫ് അഡ്വൈസ് ടു അസ്. ബി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസ് ആണ്, അതിന്റെ ഒബ്ജക്റ്റീവ് കേസ് അസ് ആണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണോൺ വന്നിട്ട് അവിടെ റീപ്ലേസ് ചെയ്യണം. ടു എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആയ കാരണം അപ്പൊ നമ്മുടെ ബി അല്ല വരേണ്ടത്, പിന്നെ അസ് ആണ് വരേണ്ടത്. ഓപ്ഷൻ സിയിലാണ് എറർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, യു ആൻഡ് ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ. യു ആൻഡ് ഐ, നീ ഞാനും എന്റെ ബെസ്റ്റ് അല്ല ചെയ്യുക, നീ ഞാനും നമ്മുടെ ബെസ്റ്റ് ആണ് ചെയ്യുക. അപ്പോൾ അവർ ബെസ്റ്റ്, യു ആൻഡ് ഐ ഹാവ് ഡൺ അവർ ബെസ്റ്റ് ഇൻ ദി എക്സാമിനേഷൻ. ഓപ്ഷൻ സിയിലാണ് എറർ ഉള്ളത്. മൈ ബെസ്റ്റ് അല്ല, അവർ ബെസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ ഡെയർ യു കം ബിറ്റ്വീൻ ഹി ആൻഡ് ഐ. ഇവിടെയും നമ്മുടെ പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്, ബിറ്റ്വീൻ. അപ്പൊ നമ്മുടെ വരേണ്ട പ്രൊണൗൺസ് ആരാ? സബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺസ് അല്ലല്ലോ, ഒബ്ജക്റ്റീവ് കേസിലെ പ്രൊണൗൺ ആണ് വരേണ്ടത്. അപ്പോൾ ഹീയും സബ്ജക്റ്റീവ് കേസാണ്, ഐയും സബ്ജക്റ്റീവ് കേസാണ്. അപ്പൊ ഹീയുടെയും ഐയുടെയും സബ്ജക്റ്റീവ് കേസുകളെ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ബിറ്റ്വീൻ ഹീയുടെ ആരാ? ഹിമ്മും, ഐയുടെ ആരാ? മീയും. എന്താ പറയുക? ഹൗ ഡെയർ യു കം ബിറ്റ്വീൻ ഹിം ആൻഡ് മീ, നോട്ട് ഹി ആൻഡ് ഐ. ഓപ്ഷൻ സിയിലാണ് എറർ. അടുത്ത ക്വസ്റ്റ്യൻ, neither of the boys have submitted their records. neither of the boys ഇത് മൊത്തം സിംഗുലർ ആണ് അല്ലെ, മൊത്തം സിംഗുലർ യൂസ് ചെയ്ത്. അപ്പൊ ഹാവ് അല്ല, ഹാസ് ആണ് ഇവിടെ വരുന്നത്. ഹാസ് സബ്മിറ്റഡ്, their അല്ല, ഹിസ് record. neither of the boys has submitted his record. ഓപ്ഷൻ ബിയിലും സിയിലും എറർ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് വരുമ്പോൾ ബാക്കിയൊക്കെ സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം, അതിനുശേഷം വരുന്ന വെർബും അക്കോർഡിംഗ്ലി വരുന്ന വെർബും സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് പ്രകാരം സിംഗുലർ ആയിരിക്കണം. ഷി ഹെൽപ്ഡ് എവ്രി വൺ ഓഫ് ദോസ് ബോയ്സ്. 17ാമത്തെ കേട്ടോ. ഷി ഹെൽപ്ഡ് എവ്രി വൺ ഓഫ് ദോസ് ബോയ്സ് ഇൻ ഡൂയിങ് ദെയർ വർക്ക്. എവ്രി വൺ ഓഫ് ദോസ് ബോയ്സ് എന്ത് വരും? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗണിൽ വന്നേ. അപ്പൊ ഇവിടെ വരും their വർക്ക് അല്ല, ഹിസ് വർക്ക്. ഷി ഹെൽപ്ഡ് എവ്രി വൺ ഓഫ് ദോസ് ബോയ്സ് ഇൻ ഡൂയിങ് his work. അടുത്തത്, it was him who suggested that you be at the door to welcome each participant on their arrival. It was him. വാസിന് ശേഷം ആര് വരും? He വരും അല്ലെ, സബ്ജക്റ്റീവ് കേസ് വരും. It was he who suggested that
You be at the door to welcome each participant on his arrival. Okay, his arrival. Each എന്ന് പറയുന്നത് ഒരു എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. അപ്പോൾ ഇൻഡിവിജ്വലിന് പകരമല്ല, ഇൻഡിവിജ്വൽ അല്ലേ, ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ എന്ത് വരണം, സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഹിസ് വരും, ദയർ അല്ല ഹിസ് വരും. അതുപോലെ തന്നെ വാസ് വന്നതുകൊണ്ട് ഇവിടെ വാസിന് ശേഷം വരേണ്ട പ്രോണൗൺ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആയിരിക്കണം. ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആണ്. അപ്പോൾ ഹിമ്മിനെ നമ്മൾ സബ്ജക്റ്റീവ് കേസിലെ പ്രോണൗൺ ആയിട്ട് റീപ്ലേസ് ചെയ്തു. സബ്ജക്റ്റീവ് കേസ് ഏതാണ്? ഹി. ഹിമ്മിന്റെ ഹി. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബസ് വാസ് ഹയർഡ് ബൈ ദ ബോയ്സ് ഫോർ ഇറ്റ്സ് പിക്നിക്. ഈ ബസ് ബോയ്സ് വിളിച്ചു, ഹയർ ചെയ്തു. എന്തിന്? ബസിന്റെ പിക്നിക്കിനല്ലല്ലോ, പിന്നെ ആരുടെ പിക്നിക്കിന്? അവരുടെ പിക്നിക്, ബോയ്സിന്റെ പിക്നിക്കിനാണ് വിളിച്ചത്. അപ്പോൾ ഇറ്റ്സ് പിക്നിക് അല്ല, ദയർ പിക്നിക്. അപ്പോൾ ഇന്നിപ്പോ പ്രോണൗൺസിന്റെ അണ്ടറിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂൾസ് നമ്മൾ നോക്കി. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവർ ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവർ ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്.